ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, നമ്മുടെ ബോർവെല്ലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ബോർവെല്ലിന് പറ്റിയതെന്നും പിന്നെ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കാൻ പോകുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം വന്നിട്ടിരുന്ന ഒരു ബോർവെല്ലാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ഫുള്ള് കലക്ക വെള്ളമാണ് വരുന്നത്. ഈ ബോർവെല്ലിനകത്തു നിന്നാണ് കേട്ടോ നമ്മൾ തോട്ടമൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. നല്ല വെള്ളമുള്ള ഒരു ബോർവെൽ. അപ്പോൾ ഒരു ദിവസം മോട്ടർ അടിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെളിവെള്ളം വരാൻ തുടങ്ങിയപ്പോൾ എന്താ കാരണം എന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും ഇത് ബോർവെല്ലിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമായതുകൊണ്ട് നമുക്ക് ക്യാമറ ഇറക്കി നോക്കിയാലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പം ബോറിൻ്റെ ഉള്ളിൽ സ്കാൻ ചെയ്ത് നോക്കുവാണ് കേട്ടോ. ക്യാമറ ഇറക്കിയിട്ട് സ്കാൻ ചെയ്ത് നോക്കുവാണേ. ക്യാമറ ഇറക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ താഴെയായിട്ട് കേസിങ്ങിന് ചെറിയൊരു ഹോള് വീണിട്ടുണ്ട്. അതായത് ഒരു ചെറിയൊരു തുള വീണിട്ടുണ്ട്. അപ്പോൾ ആ തുളയിൽ കൂടെ ഷിൽറ്റെല്ലാം ഇറങ്ങിയിട്ടാണ് ഈ വെള്ളത്തിൻ്റെ കളറ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ആ ചെളിയെല്ലാം ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ചെളിവെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ സ്കാനിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം അവിടെ ഹോള് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെളിവെള്ളം ഇറങ്ങുന്നതായിട്ട്. ഈ ബോർവെൽ പണിതപ്പോൾ ഇതിനകത്ത് MS കേസിങ് ആർന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ ഒരു 14 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ MS കേസിങ്ങിന് തുരുമ്പ് പിടിച്ചിട്ട് അതിന് തുള വീണതാണ് കേട്ടോ. അപ്പോൾ അതിലൂടെയായിരുന്നു നമ്മുടെ ഈ ഷിൽറ്റെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെളിവെള്ളം വന്നുകൊണ്ടിരുന്നാലും നമ്മളെ ബോർവെല്ല് കാലക്രമേണ കേടുവരും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരും. നല്ല വെള്ളമുള്ളൊരു ബോർവെല്ലല്ലേ, പിന്നെ തോട്ടമൊക്കെ നനയ്ക്കുന്നത് ഇതിനകത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് മോട്ടർ പുറത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മോട്ടർ പുറത്തെടുക്കാനുള്ള മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മോട്ടർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇതാ മോട്ടറൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോർവെല്ലിൻ്റെ അകത്ത് PVC കേസിംഗ് ആണ് കേട്ടോ ഇറക്കാൻ പോണത്. ഇത് 5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ താഴെ ചാക്കൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ട് നമ്മുടെ കേസിംഗ് എന്തോരം ഉണ്ടോ പിന്നെ പാറയിലും കൂടെ ഇറങ്ങാൻ പാത്തിനാണ് ഇത് ഇറക്കാൻ പോകുന്നത്. PVC കേസിംഗ് ഇറക്കാൻ MS കേസിംഗ് 110 അടിയാണ് കേട്ടോ ഇറക്കിയേക്കുന്നത്. അപ്പം PVC കേസിംഗ് ഒരു 120 അടിയാണ് ഇറക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ചാക്കൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നല്ല വണ്ണത്തിൽ നിൽക്കാൻ പാത്തിന്. അതായത് 5 ഇഞ്ച് ഉള്ള പൈപ്പ് ഒരു 6 ഇഞ്ച് ആക്കിയിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മണലൊക്കെ വന്ന് സൈഡിലൊക്കെ മണലൊക്കെ വന്ന് ജാമായിട്ട് ചെളിവെള്ളം ബോറിൻ്റെ അകത്തോട്ട് ഇറങ്ങാതിരുന്നോളും. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി ഇനി നമ്മൾ ഈ PVC കേസിങ് ബോറിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇത് പാറയ്ക്കുള്ളിലാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കും. അപ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുകൊണ്ട് ഓരോ പൈപ്പും ഇതുപോലെ ഗമ്മൊക്കെ തേച്ച് അത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ താഴോട്ട് ഇറക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പഴയ മോട്ടർ ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അത് 6 ഇഞ്ച് ബോഡിയുടെ മോട്ടറായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് 4 ഇഞ്ച് ബോഡിയുടെ V4 മോട്ടറൊക്കെ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മോട്ടർ ഇറക്കുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. പൈപ്പൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നട്ടും ബോൾട്ടും ഇട്ട് ഇതുപോലെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോട്ടർ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയുണ്ട്, കാരണം നമ്മുടെ ബോറിൽ മൊത്തം ചെളിവെള്ളമല്ലേ. അപ്പോൾ ആ ചെളിവെള്ളം എല്ലാം ഇവർ ഫ്ലഷ് ചെയ്ത് എല്ലാം പുറത്തോട്ട് കളയും കേട്ടോ.